നടപടികൾക്ക് നേതൃത്വം നൽകിയ അതിന്റെ ഉദ്യോഗസ്ഥൻ കൂടി ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. നമസ്കാരം. താങ്കളുടെ പേര്? രാധാകൃഷ്ണൻ. സ്വന്തം സ്ഥലവാസിയാണ്. ഇത്തരത്തിലൊരു പോർട്ട് വന്നതിൽ അഭിമാനമുണ്ട്. 80 കാലഘട്ടത്തിൽ ഞാൻ ബോംബെയിലെ ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിക്കാൻ പോയതാണ്. അവിടെ നിന്നാണ് കാർഗോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതും കസ്റ്റംസിന്റെ ക്ലിയറിംഗ് ഹൌസ് ഏജന്റ് CH ആകുവാൻ കഴിഞ്ഞതും. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഗുജറാത്തിലും മറ്റ് എയർലൈനിലും ഷിപ്പിംഗ് കമ്പനികളിൽ ജോലി കിട്ടി. താങ്കൾ ഇപ്പോൾ ഈ സാൻ ഫെർണാണ്ടോ കപ്പലുമായി ബന്ധപ്പെട്ട് അതിൽ വന്ന 2000 കണ്ടെയ്നറുകൾ, അതിൽ താങ്കൾ എന്താണ് താങ്കളുടെ ഒരു ഇടപെടൽ അവിടെ എങ്ങനെയാണ്? ട്രാൻസ്ഷിപ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കസ്റ്റംസ് ഫോർമാലിറ്റികൾ ചെയ്യുന്നതും നേരത്തെ ഇവിടെ ചെയ്ത ഷൺഗുവ 15 മുതൽ ഷൺഗുവ 7 എണ്ണത്തിന്റെയും ബില്ല് കസ്റ്റംസിൽ ഫയൽ ചെയ്യുകയും അതിന്റെ GST കൊടുക്കുകയും ഏകദേശം ഹ്യൂജ് എമൗണ്ട് ഡ്യൂട്ടി ഏകദേശം വെളിപ്പെടുത്താൻ കഴിയുമെങ്കിൽ എത്ര എമൗണ്ട്? ഗവൺമെന്റ് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പൊ ഗവൺമെന്റിന്റെ ആ ഇൻസ്ട്രക്ഷനിലുള്ള ഒരു ക്ലിയറിംഗ് ഏജന്റാണ് നമ്മൾ. എത്ര ശതമാനം ഉണ്ട് എന്നെങ്കിലും പറയാൻ കഴിയും? അതായത് ഒരു കണ്ടെയ്നർ ഇവിടെ ഇറക്കുമ്പോൾ എത്ര ശതമാനം തുകയാണ് അതിന്? കേന്ദ്ര ഗവൺമെന്റിന്റെ IGST 18% നികുതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി സംസ്ഥാന സർക്കാരിനാണ്, പകുതി കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ ഒരു പ്രധാന സംശയമുണ്ട്, ഓരോ കണ്ടെയ്നറിനാണോ അതോ മുഴുവൻ കണ്ടെയ്നറുമായിട്ട് ഒരു നികുതി എങ്ങനെയാണ്? അല്ല, കണ്ടെയ്നറിന് നികുതി ഇപ്പൊ വന്നിട്ടുള്ള ട്രാൻസ്ഷിപ്മെന്റ് ആണ്. ഈ ട്രാൻസ്ഷിപ്മെന്റ് ഇവിടെ വന്നിട്ട് ആദ്യത്തെ അമ്മ പോർട്ട്, അടുത്ത മക്കൾ ഷിപ്പുകളായിട്ടുള്ള പോർട്ടുകൾ വരും. 3 എണ്ണത്തിൽ ഈ കാർഗോ സിംഗപ്പൂരിലും ജബിലാലിക്കും കൊളംബോയ്ക്കും ഈ കണ്ടെയ്നറുകൾ അയക്കും. ബാക്കിയിരിക്കുന്ന കണ്ടെയ്നറുകൾ കൊച്ചു തുറമുഖങ്ങളായ മുണ്ടറയ്ക്കും ബോംബെയ്ക്കും ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യും. ഒരു കപ്പലിൽ നിന്ന് മറ്റേ കപ്പലിലേക്ക് ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യുന്നതാണ് അമ്മ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭാരതം നേരത്തെ ആശ്രയിച്ചിരുന്നത് ദുബായിയെയും സിംഗപ്പൂരിനെയും നമ്മുടെ കൊളംബോയാണ്. അപ്പൊ അത്തരം പോർട്ടുകൾക്ക് ഒരു അടിയാകുന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആൾക്കാർ മൽപ്രാക്ടീസ് ചെയ്ത് ഇവിടെ സമരങ്ങൾ വന്നത്. ഡാനിന് അറിയാമല്ലോ, ഡാൻ തന്നെ പ്രതിയല്ലേ. അപ്പൊ അത്തരത്തിലുള്ള പോലീസ് പ്രൊട്ടക്ഷനുള്ള ഒരു ഓഫീസറും ഒരു ചാനലുകാരനല്ലേ. അപ്പൊ അത്തരത്തില് ഒരു നീണ്ട സമരത്തെ നേതൃത്വം കൊടുക്കുകയും സ്വന്തം അഭിമാനം എന്നുള്ള നിലയിൽ ഡാനിന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു പോർട്ട് വരുന്നതും 10 പേർക്ക് ലോജിസ്റ്റിക്സ് ഡിപ്ലോമയിൽ ജോലി കിട്ടുന്നതും ഡാനിന് അഭിമാനമാണ്. ഒരു മലയാളി എന്നുള്ള നിലയിൽ ഇവിടുന്ന് 6 കിലോമീറ്ററുള്ള എന്റെ കുടുംബം മുക്കമ്പാലം ഇവിടെ നോക്കുന്ന സ്ഥലം, എനിക്കും അഭിമാനമാണ്. വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് തന്നെയാണ്. അതായത് ഈ ലോജിസ്റ്റിക്സ് മേഖലയിൽ അടക്കം നിരവധി തൊഴിലവസരങ്ങൾ സാധ്യമാക്കുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം മാറുകയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മറ്റ് ഇപ്പോൾ ആദ്യഘട്ടം കമ്മീഷൻ ആവില്ല എങ്കിൽ പോലും തന്നെ നേരത്തെ മന്ത്രി വ്യക്തമാക്കിയ മിഥുൻ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉദ്യോഗസ്ഥനോട് ഒരു ചെറിയ കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയേണ്ടതാണ്. എങ്ങനെയാണ് ഒരു തുറമുഖത്തിലേക്ക് ചരക്ക് കൈമാറ്റത്തിലൂടെ വരുമാനം വരുന്നത്, അതിന്റെ വഴി, അതൊന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയെങ്കിൽ നന്നായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹം വിശദീകരിച്ചു സംസ്ഥാന കേന്ദ്ര സർക്കാർ കിട്ടുന്ന GST വിഹിതം, അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുമപ്പുറം എങ്ങനെയാണ് ഒരു കപ്പലിൽ, ഒരു മദർഷിപ്പിൽ കണ്ടെയ്നർ വരുമ്പോൾ ആ കണ്ടെയ്നർ തുറമുഖത്തേക്ക് എടുത്ത് മാറ്റുമ്പോൾ ആ ചരക്ക് കൈമാറ്റത്തിന് ആ തുറമുഖ അതോറിറ്റിക്ക് കിട്ടുന്ന പണം എങ്ങനെയാണ്, അതിന്റെ രീതി എങ്ങനെയാണ്, അതുകൂടി അദ്ദേഹത്തോട് ചോദിക്കാമോ? തീർച്ചയായും നമുക്കത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഒരു ചോദ്യം കൂടി, അതായത് ഇപ്പോൾ ഒരു മദർഷിപ്പ് ഇവിടേക്ക് വരുന്നു, അതിൽ നിന്ന് കണ്ടെയ്നർ നമ്മൾ ഇവിടേക്ക് യാർഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം എങ്ങനെയാണ്? ഒപ്പം തന്നെ അതിന്റെ ഈ ഒരു അതോറിറ്റിക്ക് അവർക്ക് കിട്ടുന്ന ആ തുകയുടെ ഒരു കാര്യം, അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാം. അതെ, നിരവധി. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, 7 ഷിപ്പിൽ ഷൺഗുവ 15, ഷൺഗുവ 24, ഷൺഗുവ 39, ഷൺഗുവ 34, ഇതിൽ നിന്ന് ഏകദേശം കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര ഗവൺമെന്റിനും നികുതികളാണ്. അപ്പോൾ ഇതൊരു ചിരകാല അഭിലാഷമായിരുന്നു ഭാരതത്തിലെ, സൗത്ത് ഏഷ്യയിലെ ഇത്തരത്തിലൊരു പോർട്ട് വന്നത് കൊളംബോകാർക്കും ദുബായികാർക്കും സിംഗപ്പൂറുകാർക്കും ഒരു അടിയാണ്. അവർ ഇത്രയും കാലം ഭാരതത്തിൽ നടന്ന ചരക്ക് നീക്കങ്ങൾ ഇനി വിഴിഞ്ഞത്ത് നടക്കും. ഈ കൊച്ചു ഗ്രാമമായ തിരുവനന്തപുരത്ത് അതാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടുള്ള ഒരു കോഡുണ്ട്, IN എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ. അത് കഴിഞ്ഞിട്ട് YNTN1 എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിൽ ട്രിപ്പിൾ ലെറ്റർ കോഡുകളാണ് പോർട്ടുകൾ അറിയപ്പെടുന്നത്. ഒന്ന് ദുബായ് എന്ന് പറഞ്ഞാൽ DHB, സൂറിച്ച് എന്ന് പറഞ്ഞാൽ ZRH, ബാങ്കോക്ക് എന്ന് പറഞ്ഞാൽ BKK. അതുപോലെ ഇനി അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ എന്നുള്ള നിലയിൽ ട്രിവാൻഡ്രത്ത് Tയും നെയ്യാറ്റിൻകരയുടെ Nഉം ഒന്നാമത്തെ ഭാരതത്തില് സൗത്ത് ഏഷ്യയിലും 1 ആണ്. ഒന്നാമത്തെ മദർ പോർട്ട് ആയതുകൊണ്ട് 1 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 3 ലെറ്റർ കോഡ് ഇവിടെ കിട്ടിയത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളിലുള്ള വൻപൻ ഷിപ്പിംഗ് കമ്പനികൾ, മാസ്ക് ആയാലും
ബൊലേറോ ലോജിസ്റ്റിക്സ്, CMA ആയാലും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവരുണ്ടല്ലോ എവർഗ്രീൻ ആയാലും, ഇത്തരത്തിലുള്ള ഷിപ്പിംഗ് കമ്പനി ഹുണ്ടായി, ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് സ്ഥാപനം എന്ന് പറയുന്നത് ഹുണ്ടായി കപ്പൽ കമ്പനിയാണ്. ആ കമ്പനിയുടെ കാർ ഫാക്ടറി തന്നെ തമിഴ്നാട്ടിൽ വരുവാൻ പോകുന്നു. അവരുടെ കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി 40,000 കോടി ക്യൂബാണ്. അത് ഞാൻ ചോദിച്ചതിൽ അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ മദർഷിപ്പുകൾ വരുന്നു, നമ്മൾ സാധാരണ കണക്ക് കൂട്ടിയിരുന്നത് 2034 ഒരു 10 വർഷത്തിന് ശേഷമായിരിക്കാം സംസ്ഥാന സർക്കാരിന് ഇതിന്റെ ഒരു വരുമാനം കിട്ടിത്തുടങ്ങുക. ആദ്യം 1% തൊട്ട് അങ്ങോട്ടാണ് ഈ വരുമാനം കിട്ടിത്തുടങ്ങുക, അടുത്ത വർഷം 2% മാറും. അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ മദർഷിപ്പുകൾ വരുന്നു, ഇവിടെ കണ്ടെയ്നറുകൾ എടുക്കുന്നു. അത് കേന്ദ്ര സർക്കാരിനാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാകട്ടെ അത് നികുതി ഇനത്തിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. ഒരു ലോജിസ്റ്റിക്സ് എംപ്ലോയി എന്നുള്ള നിലയിൽ ഉത്തരം തരേണ്ടത് എന്റെ കടമയാണ്. ടോട്ടൽ IGST 18%. അതിൽ ഒരു കണ്ടെയ്നർ വന്നാലും ഒരു ഷിപ്പ് വന്നാലും അതിന്റെ കസ്റ്റംസ് നികുതി നേര് പകുതി സംസ്ഥാന സർക്കാരിനും നേര് പകുതി കേന്ദ്ര ഗവൺമെന്റിനുമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ GST കൌൺസിലിൽ നിന്ന് ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മെമ്പറാണ്. അപ്പം എത്ര ഷിപ്പ് ഇവിടെ വരുന്നുണ്ടോ, ഈ ഞാൻ പറഞ്ഞ 7 ഷിപ്പും ഈ കപ്പൽ ഉൾപ്പെടെ ഏകദേശം ഹ്യൂജ് എമൗണ്ട് IGST കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ നേര് പകുതി സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു പാട്ടക്കരാർ അടിസ്ഥാനത്തിൽ 40 വർഷമാണ് ഈ തുറമുഖം അദാനി ഇന്റർനാഷണൽ സീ പോർട്ടിന് എഗ്രിമെന്റ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൊടുത്തിട്ടുള്ള നിയമമനുസരിച്ച് ചെയ്തിട്ടുള്ളത്. വീണ്ടും നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ 20 വർഷവും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുക്കാൻ കഴിയും. അപ്പൊ ഈ 7 കപ്പലിൽ നിന്ന് മാത്രം ഈ ഹ്യൂജ് എമൗണ്ട് IGST കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇനി വരുവാൻ പോകുന്ന അമ്മ പോർട്ടുകളിൽ നിന്നും കൊച്ച് മക്കൾ പോർട്ടുകളിലേക്കും ട്രാൻസ്ഷിപ്മെന്റുകൾ മാറിപ്പോകുമ്പോൾ ഇഷ്ടം പോലെ കസ്റ്റംസ് നികുതിയും അതുപോലെ തന്നെ കസ്റ്റംസിന് കിട്ടേണ്ട IGSTയും സംസ്ഥാന സർക്കാരിനും കിട്ടും. അതിനുപരി ഈ സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക്, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് ലോജിസ്റ്റിക്സ് ഹബ്ബായി വേൾഡ് വൈഡിൽ വിഴിഞ്ഞം മാറുകയും ചെയ്യും. എനിക്കൊരു അഭിമാനമുണ്ട്. വള്ളത്തോൾ കവിതകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മുടെ അഭിമാനം വേണമെന്നുള്ള അത്തരത്തിലുള്ള ഒരു മലയാളി എന്നുള്ള നിലയിൽ ഈ പോർട്ട് നമ്മുടെ ഇവിടെ വന്ന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടത്ര ആദ്യത്തെ കസ്റ്റംസ് ഷൺകുവ 15 ക്ലിയർ ചെയ്തതിന് ക്ലിയറിംഗ് ഏജന്റ് എന്നുള്ള നിലയിൽ ഞാൻ ചാർജ് വാങ്ങിച്ചിട്ടില്ല. എന്റെ നാട്ടിനോട് ചെയ്തിട്ടുള്ള പ്രതിബദ്ധതയാണ് ഡാൻ നേരത്തെ പറഞ്ഞതുപോലെ. നേരത്തെ ഡാൻ ചോദിച്ചതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരു ഷിപ്പ് വരുന്നു, ഒരു മദർഷിപ്പ് വരുന്നു, നിരവധി കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ കണ്ടെയ്നർ വെച്ചാണോ ഈ നികുതി ഈടാക്കുന്നതോ ആ ഷിപ്പിലുള്ള മുഴുവൻ കണ്ടെയ്നറും വെച്ചിട്ടാണോ ഈ നികുതി ഈടാക്കുന്നത്? അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒരു കണ്ടെയ്നറിൽ ചൈനയിൽ നിന്നും ദ്വാരണത്തിന് ഇതിൽ കാർഗോ വന്നു. ഈ കണ്ടെയ്നർ ചൈന കസ്റ്റംസ് സീൽ ചെയ്ത് ഇവിടെ വന്നു. ഇവിടുത്തെ ഇന്ത്യൻ കസ്റ്റംസിന് അത് പൊട്ടിക്കാൻ ട്രാൻസ്ഷിപ്മെന്റ് ആണ്, കൊളംബോയ്ക്കും മറ്റ് സൈഡിലും പോകുന്നതാണ്. അപ്പൊ അവിടുത്തെ കസ്റ്റംസ് ആണ് ഇതിന്റെ നിശ്ചയിക്കുന്നത്. തുറമുഖത്ത് നങ്കൂരമിട്ടതിന്റെ ഷിപ്പ് വാടകയും മറ്റു ചുങ്കങ്ങൾ മാത്രമേ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇവിടെ പേ ചെയ്യുകയുള്ളൂ. അതേസമയം ഇവിടെ കയറ്റി ഇറക്കി അടുത്ത 2ാം ഘട്ടത്തിൽ വരുന്ന പരിപാടിയിലാണ് ഇവിടുത്തെ എക്സ്പോർട്ടുകാരും ഇമ്പോർട്ടുകാരും ISRO, രാജീവ് ഗാന്ധി ബയോടെക്നോളജി തുടങ്ങിയ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപനങ്ങളും മുതലാളിമാരുടെ ടെക്നോ പാർക്ക് പ്രൈവറ്റ് കമ്പനികളും എല്ലാം കാർഗോ ഇറക്കുമ്പോൾ അതിന്റെ IGST, CVD കൗണ്ടർ ഓയിൽ ഡ്യൂട്ടി, ഇവിടുത്തെ കാർഷിക ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള കർഷക സെസ് എല്ലാം കൂടി ചേർത്ത് വലിയ എമൗണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി കിട്ടും. ആ ഡ്യൂട്ടിയുടെ നേരെ 18% സംസ്ഥാന ഗവൺമെന്റിന് കിട്ടും. നടത്തിപ്പുകാരെന്നുള്ള നിലയിൽ അതിന്റെ ഓഹരി ഇത് കളക്ട് ചെയ്യുന്നത് അദാനി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന് പോകും. അപ്പൊ ടോട്ടൽ കിട്ടുന്ന 18% നികുതിയുടെ 50-50, 50% കേരളവും 50% കേന്ദ്ര ഗവൺമെന്റിനുമാണ്. അല്ല, അവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ വരുമാനം അത് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനത്തിനും കിട്ടുന്നുണ്ടോ എന്നാണ്. അതായത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കും. ഇപ്പം 1 കോടി രൂപ ഇവിടേക്ക് ഒരു കണ്ടെയ്നർ ഇറക്കുന്നതിന് നിങ്ങൾ ഈ പറയുന്ന പോലെ ചെലവായി വന്ന അതിൽ നിന്ന് 18% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 18 ലക്ഷം രൂപ. ഈ 18 ലക്ഷം രൂപയിൽ 9 ലക്ഷം രൂപ ഇന്ത്യ ഗവൺമെന്റിനും 9 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റിനും. അത് ഇപ്പോൾ തന്നെ കിട്ടാൻ തുടങ്ങുമോ അതോ ഈ 34 വരെ കാത്തു നിൽക്കണോ? അതിനാണ് ഒരു വ്യക്തത കുറവ്. അതിന്റെ വ്യക്തത എന്ന് പറയുമ്പോൾ GST കൌൺസിലുണ്ട്. ഇതിന് കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്. ഈ പേപ്പർ വർക്കും ഇവിടുത്തെ ധനമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ബഹുമാനപ്പെട്ട സംസ്ഥാന ധനമന്ത്രിയുമായിട്ടുള്ളവർ ഒരു ധന കമ്മീഷൻ ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ. അവിടെ വെച്ച് എത്രയാണ് വിഴിഞ്ഞ തുറമുഖത്തിന് വന്നു, എത്രയാണ് കോഴിക്കോട് തുറമുഖത്തിന് വന്നു, എത്രയാണ് കൊച്ചി വില്ലണ്ടൻ ഐലൻഡിന് വന്നു, ഇതിന്റെ ആളോഹരി വിഹിതം കൊടുക്കുന്ന കുറെ പേപ്പർ വർക്കുകളുണ്ട്. ആ പേപ്പർ വർക്കുകൾ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുക്കുകയും എല്ലാ സമയവും
നമുക്കിവിടെ നികുതികൾ കറക്റ്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കും. അതായത് 2034 വരെ കാത്തിരിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ നികുതി ഇടത്തിലുള്ള വരുമാനം നമുക്ക് സംസ്ഥാനത്തിൽ കിട്ടിത്തുടങ്ങും. അതെ, ഓൾറെഡി അതിന്റെ നിയമ പ്രൊസീജിയർ നമ്മുടെ കേന്ദ്ര നീതി ആയോഗിൽ ഇവിടുത്തെ മന്ത്രി മെമ്പറാണ്. അദ്ദേഹം അവിടെ പോയിട്ട്, ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാർ അവിടെ പോയിട്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഈ 2036 വരെ കാത്തിരിക്കേണ്ട കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് നമ്മുടെ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. നികുതിക്കപ്പുറത്തേക്ക് തുറമുഖം കൊണ്ടുള്ള വരുമാനമാണ് 2034 മുതൽ സർക്കാരിന് 1% കിട്ടാൻ പോകുന്നത്, അല്ലെ? നികുതി ഏതര വരുമാനം, നികുതി വരുമാനം ഇപ്പോൾ മുതൽ തന്നെ ലഭ്യമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നേട്ടം വളരെ വലുതായിരിക്കില്ലേ? വളരെ വലുതായിരിക്കും. അതാണല്ലോ പറയുന്നത്, ഒരു അമ്മ പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഷിപ്പിംഗ് കമ്പനികളിലെ ഏറ്റവും കൂടുതൽ അമ്മ പോർട്ടുകൾ ഉള്ള സ്ഥലത്ത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം. തിരുവനന്തപുരത്തിന്റെ അത്ര വലിപ്പം പോലും സിംഗപ്പൂർ എന്ന് പറയുന്ന സ്ഥലമില്ല. അവിടുത്തെ പോപ്പുലേഷൻ 58 ജനതയാണ്. തിരുവനന്തപുരത്തിന്റെ ആറ്റിങ്ങൽ മാറ്റിവെച്ചാൽ മാത്രമേ വിസ്തൃതി സിംഗപ്പൂരിനുള്ളൂ. അവിടത്തെ 10 പേരിൽ 5 പേർ ആ തുറമുഖത്ത് ലോജിസ്റ്റിക് ജോലിയിൽ കഴിയുന്നതാണ്. അതുകൊണ്ട് തുറമുഖത്തിന്റെ ഏക വരുമാനം എന്ന് പറയുന്ന സിംഗപ്പൂർ പോർട്ടിൽ നിന്നുള്ള വരുമാനമാണ്. അല്ലാതെ വേറെ വരുമാനങ്ങളൊന്നും അവിടെ ഇൻഡസ്ട്രിയൽസ് മേഖലയല്ല സിംഗപ്പൂർ തുറമുഖത്ത്. അതുപോലെ 10 വർഷം കഴിയുമ്പോൾ ഈ അമ്മ പോർട്ടിൽ വരുന്ന മദർഷിപ്പുകളെല്ലാം ഗവൺമെന്റ് ചുങ്കങ്ങൾ കേന്ദ്രത്തിന്റെ ആയാലും സംസ്ഥാനത്തിന്റെ ആയാലും മാറുകയും അതിനുപരി ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിച്ച യുവാക്കൾക്ക് ഹ്യൂജ്, ഇപ്പൊ തന്നെ ഈ ഷൺഗ്വായിലേക്ക് 3-4 കുഞ്ഞുങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ അത്തരത്തിൽ പഠിച്ച കുട്ടികളില്ല. ഈ കുട്ടികളെല്ലാം വിദേശത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും, ഞാൻ ട്യൂട്ടോറിയൽ ഈ ലോജിസ്റ്റിക് ക്ലാസുകളിൽ പോയി ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കേരളത്തിൽ ഇവിടുന്ന് റിക്രൂട്ട്മെന്റ് വെറും 2 കുഞ്ഞുങ്ങളാണ്, മക്കളാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് മറ്റ് സംസ്ഥാന രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ലോജിസ്റ്റിക്സ് കാർഗോ കോഴ്സുകൾ മുഖാന്തരം ഇവിടെ ഹ്യൂജ് വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടും. പോയ ടെക്നോളജിസ്റ്റുകൾക്കെല്ലാം വിഴിഞ്ഞം വന്നതുകൊണ്ട് തിരിച്ച് ഭാരതത്തിലേക്ക് വരും. ഇന്ന് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വയസ്സായവരുടെ ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. മക്കളും ചെറുമക്കളെല്ലാം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പോയിട്ടുള്ള എന്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നു, വിഴിഞ്ഞം വന്നല്ലോ, ലോജിസ്റ്റിക്സ് കഴിഞ്ഞ് ഇവിടെ വന്നാൽ ജോബിൽ കിട്ടുമോ അങ്ങളെ, നല്ല ചാൻസ് ഉണ്ടോ? നമ്മൾ പറയുന്നു വരും. ഏകദേശം 5 വർഷം കൊണ്ട് തിരുവനന്തപുരം എന്ന് പറയുന്ന വിഴിഞ്ഞത്തെ നെയ്യാറ്റിൻകര താലൂക്കിലുള്ള ഈ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള പോർട്ട് 5 വർഷം കൊണ്ട് ഏകദേശം പ്രതിവർഷം 50,000 പേർക്ക് കാർഗോ ലോജിസ്റ്റിക്സ് എംപ്ലോയികൾക്ക് ജോലി കിട്ടുന്ന സംരംഭം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ വിപരീതമെന്ന് പറയട്ടെ, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് പഠിക്കേണ്ട ഒരു സ്റ്റഡി സെന്റർ ഇന്ന് കേരളത്തിലില്ല. സ്വാഭാവികമായി അത് തന്നെയായിരിക്കും ഏറ്റവും പ്രസക്തമായി മാറുന്ന ഒരു കാര്യവും. അതായത് ലോജിസ്റ്റിക്സ് മേഖലയിൽ ഇത് നൽകാൻ പോകുന്ന തൊഴിലവസരങ്ങൾ അനന്തമായ സാധ്യതകൾക്ക് തന്നെയാണ് വഴിവെക്കുക. അതിന് ഉതകുന്ന തരത്തിലുള്ള പരിശീലന കേന്ദ്രങ്ങൾ അത് എത്രയും പെട്ടെന്ന് സജ്ജമാക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളെ എത്തിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും വലിയ പ്രതീക്ഷകൾക്കൊപ്പം ഉയരുമ്പോൾ ചില കാര്യങ്ങൾ കൂടിയാണ് നമുക്കിപ്പോൾ വ്യക്തത വരുന്നത്. അതായത് 2034 വരെയല്ല, അത് അത്ര വരെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. അതിനു മുമ്പ് തന്നെ നികുതി വരുമാന ഇനത്തിലും കേരളത്തിൽ ഒരു വിഹിതം വരാൻ പോകുന്നുണ്ട്. അതിന്റെ കണക്കുകളാണ് വരുന്നത്. എന്തായാലും അതിന്റെ പെർസെന്റേജ് കണക്കുകൾ സംബന്ധിച്ച് ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. എന്തായാലും ആ കണക്കുകളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് നമുക്ക് ഉണ്ടാകുമെന്ന് കരുതാം.